ടി.എൻ. പ്രതാപൻ മുതിർന്ന കോൺഗ്രസ് നേതാവിനോടൊപ്പം ടെലിഫോണിൽ. ടി.എൻ. പ്രതാപൻ, ഇതിപ്പോൾ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേവല ആരോപണങ്ങളോ സംശയങ്ങളോ അല്ല, ആസൂത്രിതമായ പണി നടന്നിരിക്കുന്നുവെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പോവാണ് നിങ്ങളിനി? ഈ കാര്യം നേരത്തെ തന്നെ ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയ സന്ദർഭത്തിൽ, കാരണം ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് നമുക്ക് ഇതെല്ലാം ശ്രദ്ധയപ്പെട്ടത്. ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പരാതി ഇല്ലല്ലോ. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴാണ് പരാതി കൊടുക്കാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും അനർഹരെ നീക്കം ചെയ്യാനും ഉണ്ടായിരുന്ന അവസരം. ആ അവസരം കഴിഞ്ഞതിന് ശേഷം ഫൈനൽ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്തു. ഫൈനൽ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഈ അപകടങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടത്. അന്ന് തന്നെ പരസ്യമായി BJP പ്രഖ്യാപിച്ചിരുന്നു, ഞങ്ങൾ 60,000 പുതിയ വോട്ടുകൾ ചേർത്തിയിട്ടുണ്ട് എന്ന്. തൃശൂർ നഗരത്തിലെ പൂങ്കുന്നം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഫ്ളാറ്റുകളിൽ, ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളിൽ, അല്ലെങ്കിൽ ആളുകൾ താമസിച്ച് വാടകയ്ക്ക് കൊടുത്ത ഫ്ളാറ്റുകളിൽ, അതേപോലെ തന്നെയാണ് ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ഫ്ളാറ്റുകളിൽ, പല സ്ഥലങ്ങളിലും, വിവിധ സ്ഥലങ്ങളിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും പുറത്തുള്ള ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെയും ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെയും വോട്ടർമാരായ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്തി. ആ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അന്ന് രേഖാമൂലം പരാതി കൊടുത്ത ആളായിരുന്നു ഞാൻ. ഏറ്റവും ആദ്യം ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് ഫ്ളാറ്റുകളുടെ നമ്പറും ആ ഫ്ളാറ്റുകളുടെ ഡയറക്ടറി, എല്ലാ ഫ്ളാറ്റിലും റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. ആ റെസിഡൻസ് അസോസിയേഷന്റെ കയ്യിൽ ആ ഫ്ളാറ്റ് ആരുടെ പേരിലാണ്, ആര് വാങ്ങി, ഇപ്പോൾ ആര് താമസിക്കുന്നു എന്നതിന് വിശദാംശങ്ങൾ മുഴുവൻ ആ റെസിഡൻസ് അസോസിയേഷന്റെ ഡയറക്ടറിയിലുണ്ട്. ആ ഡയറക്ടറി ഉൾപ്പെടെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർക്ക് റിട്ടേണായ പരാതി ഞാൻ തന്നെ കൊടുത്തത്. ആ പരാതിയിൽ യാതൊരു ആക്ഷൻ എടുത്തില്ല. അത് മാത്രമല്ല, അന്ന് കളക്ടർ പറഞ്ഞ കാര്യം, വോട്ടർ പട്ടികയിൽ പേര് വന്നുപോയി, ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വോട്ടർ പട്ടിക പേര് വന്ന ആൾക്ക് വോട്ട് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് അന്നത്തെ BLO, ബൂത്ത് ലെവൽ ഓഫീസർമാർ, അവര് സത്യത്തിൽ ഒരാൾ വോട്ട് പുതുതായി അപ്ലിക്കേഷൻ കൊടുത്താൽ അത് പെർഫെക്റ്റ് ആണോ, ശരിയാണോ, അത് എന്തെങ്കിലും വ്യാജമാണോ, ആൾ ഇവിടെ സ്ഥിരതാമസക്കാരാണോ എന്ന് നോക്കേണ്ടത് BLOയുടെ ചുമതലയാണ്. 6 മാസമെങ്കിലും ഒരു സ്ഥലത്ത് താമസിച്ചാൽ മാത്രമാണ് അയാൾക്ക് ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉള്ളൂ, അവിടെ വോട്ട് ചേർക്കാൻ അധികാരമുള്ളൂ. ഇല്ലല്ലോ. എന്തിനും ഇപ്പൊ BDMN പുറത്തു കൊണ്ടുവന്ന ഈ തെളിവിനോടൊപ്പം തന്നെയാണ് നമ്മൾ കൊടുത്ത തെളിവുകളുണ്ട്. സുരേഷ് ഗോപിയും അദ്ദേഹം വാടകയ്ക്കെടുത്ത വീട്ടിൽ ആ 11 വോട്ടർമാർ ചേർത്തു. ആ ആളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ അന്ന് പബ്ലിഷ് ചെയ്തു. അവരാരും 6 മാസം കൂടെ താമസിച്ചിട്ടില്ല, ഇൻക്ലൂഡിങ് സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പോലും 6 മാസം കൂടെ താമസിച്ചിട്ടില്ല. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തുടങ്ങി, കുടുംബാംഗങ്ങൾ തുടങ്ങി, ബന്ധുമിത്രാദികൾ തുടങ്ങിയ ആളുകളെല്ലാം ഒരേ നമ്പറിൽ വോട്ട് ചേർത്തു. അവരോട് താമസിച്ചോ? 6 മാസത്തെ താമസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരെല്ലാവരും എങ്ങനെ പിന്നെ വോട്ട് ചേർത്തി? ഇത് കൃത്യമായും പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇന്നലെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു, ആമയും മുയലും പന്തയം വെച്ച പോലെ മുയൽ ഓടുമ്പോ ആമ ഓടുമ്പോ മുയൽ കിടന്നുറങ്ങിയെന്ന്. അതിനർത്ഥം എന്താ? തെറ്റ് ചെയ്തോന്ന് സമ്മതിക്കല്ലേ? ഞങ്ങൾ 60,000 വോട്ടുകളോളം ചേർത്തി. ഞങ്ങൾ വോട്ട് ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്നാണ് UDF-നോടും LDF-നോടും MT രമേശ് ചോദിക്കുന്നത്. അപ്പൊ ചെയ്തു എന്ന് സമ്മതിക്കുകയാണ്. ഇതിന് ഇലക്ഷൻ കമ്മീഷൻ ഇനി ക്രിമിനൽ കേസ് ഞങ്ങൾ ഫയൽ ചെയ്യോ, അല്ലെങ്കിൽ പറ്റീഷൻ കൊടുക്കലേ വേണ്ട, സൊമോട്ടോ കേസ് എടുക്കാം. ടിക്കാറാം മീണ IAS മുൻ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ BDMN പറയുന്നത് കേട്ടു. ഇലക്ഷൻ കമ്മീഷണർ ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാലോ, ഈ രേഖകൾ നോക്കാലോ, വോട്ടർ പട്ടിക നോക്കാലോ, ഇപ്പോൾ ആ ആളുകൾ ആ ബൂത്തിലുണ്ടോ, ആ വീട്ടിലുണ്ടോ, ഫ്ലാറ്റിലുണ്ടോ എന്ന് നോക്കാലോ. അത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ, കേരളത്തിന്റെ ചുമതലയുള്ള ഇലക്ഷൻ ഓഫീസറും ഉൾപ്പെടെ ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഉൾപ്പെടെ അവരെല്ലാവരും കാണിച്ചത് ഒരു തരത്തിലുള്ള ഈ തട്ടിപ്പിന് കൂട്ടു നിൽക്കുകയാണ്. ജനാധിപത്യത്തിന് അട്ടിമറിക്കാൻ ശ്രമിക്കാൻ പാടില്ലല്ലോ, കൃത്രിമം കാണിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കാൻ പാടില്ലല്ലോ. ജനവിധിയെ നമ്മൾ മാനിക്കുക എന്നല്ലാതെ ജനാധിപത്യത്തിൽ കൃത്രിമമായി വോട്ടറെ തിരികെ കയറ്റി അട്ടിമറിക്കുക എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ വ്യവസ്ഥയോടുമുള്ള അങ്ങേയറ്റത്തെ അനീതിയാണ്. കാരണം ഇവർക്ക് ഈ ഭരണഘടനയോട് വിശ്വാസമില്ല. BJPക്കും സംഘപരിവാറിനും ഈ ഭരണഘടനയോട് വിശ്വാസമില്ല. ഇവർ നേരത്തെ തന്നെ ഈ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ എതിരായിരുന്നു. അതുകൊണ്ട് RSS BJP സംഘപരിവാർ സംഘത്തിന് ഭരണഘടനയോട് വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ട് ഈ നിലയ്ക്കുള്ള വലിയ അട്ടിമറി അതിനകത്ത് നടന്നു എന്നാണ്. താങ്ക് യു ടി.എൻ. പ്രതാപൻ, താങ്കളുടെ പ്രതികരണത്തിന്.